വിവിധ സ്കൂളുകളിൽ നടന്ന പാദപൂജ വലിയ വിവാദമായിരിക്കെ ആലപ്പുഴയിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനൂപിനും പാദപൂജ ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ടാണ് താങ്കളെ പാദപൂജ ചെയ്യാനുള്ള കാരണം? ഞാൻ നിലവിൽ അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് അവരെന്നെ വിളിച്ചത്. ആ സ്കൂളിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും ധാരാളമായി ആ സ്കൂളിൽ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. നൈതികം പോലെയുള്ള വിഷയങ്ങളിൽ ബാലാവകാശത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. വിദ്യാലയ സമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോയപ്പോഴും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനവിടെ ചെല്ലുന്നത്. ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സമയങ്ങളിൽ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ള ഒരു പ്രോഗ്രാമാണ്. പാദപൂജയല്ല ഇത്. ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ പ്രോഗ്രാം സ്ഥിരമായി ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും പൂജിക്കണമെന്നുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകമായാണ് ഞങ്ങൾ ചെയ്യുന്നത്. താങ്കൾ അധ്യാപകനല്ല, എന്നിട്ടും അത്ര വലിയ ബഹുമാനം ഏറ്റുവാങ്ങാനുള്ള കാരണം എന്താണ്? ഞാനൊരു റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും നൈതികം പോലെയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ എന്നെ ക്ഷണിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ധാരാളം അധ്യാപകരെയും അനധ്യാപകരെയും അതേപോലെ സമൂഹത്തിലെ പ്രമുഖരായ ആൾക്കാരെയും ഒക്കെ അവർ ഇതുപോലെയുള്ള പ്രോഗ്രാം ക്ഷണിക്കാറുണ്ട്. ഞാനും അതിൽ പങ്കെടുത്തു. ശരിയാണ്. മക്കളെയും അധ്യാപകരെയും അവരെയും ബഹുമാനിക്കുക എന്നുള്ളതല്ലേ വേണ്ടത്? എന്തിനാണ് ആ രീതിയിൽ ഒരു പാദപൂജ എന്ന നിലയിലേക്ക് പോകുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പാദപൂജയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ഇത് പാദപൂജയല്ല. ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തുന്നത് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ സംസ്കാരത്തെ നിൽക്കുന്ന രീതിയിലുള്ള ധാരാളം പോസിറ്റീവായുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ വന്നിട്ട് അധ്യാപകരെയും ഉള്ള ആൾക്കാരെ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവരിലേക്ക് പുഷ്പം അവരുടെ കാലുകളിൽ അർപ്പിക്കാറുണ്ട്. പുഷ്പം അർപ്പിച്ചുകൊണ്ട് ആ കുട്ടികളുടെ മനസ്സിലേക്ക് ആ ഗുരുക്കന്മാരെയും മുതിർന്ന ആൾക്കാരെയും സ്നേഹിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്, പൂജിക്കപ്പെടേണ്ടവരാണ് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് തുടരേണ്ടത് തന്നെയാണ് എന്നതല്ലേ? തീർച്ചയായും അത് തുടരേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ. വിദ്യാർത്ഥികൾ അവരുടെ ബഹുമാനം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പാദപൂജ എന്ന് പേരിട്ട് വിളിക്കുന്നത് എന്തിനാണ് എന്നാണ് അഡ്വക്കേറ്റ് കെ അനൂപ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് കെ അനൂപ് അധ്യാപകനല്ല, എന്നിട്ടും വിദ്യാർത്ഥികളുടെ പാദപൂജ ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.